നമസ്കാരം. ഇന്ന് കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് കുറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുക, അതെന്ത് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് കുറയുക എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സ്കാൻ ചെയ്യുമ്പോൾ A5 5 താഴെ ആയിരിക്കും, അല്ലെങ്കിൽ SDP അഥവാ സിംഗിൾ ഡീപ്പസ്റ്റ് പോക്കറ്റ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററിന് താഴെ ആയിരിക്കും. ഇതെന്താണ് എന്നുള്ളത് എൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിലുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ മതി. അപ്പോൾ അതുവഴിയാണ് നമ്മൾ വെള്ളം കുറവാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വെള്ളം കുറയാം? വെള്ളം കുറയാനുള്ള കാരണം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പല പ്രഗ്നൻസിയിലും ഒരുപാട് പേർക്ക് നമ്മൾ വെള്ളം കുറഞ്ഞ് കാണാറുണ്ട്. അതിന് അമ്മയുടെ കാരണങ്ങളാവാം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാരണങ്ങളാകാം, അല്ലാന്നുണ്ടെങ്കിൽ മറവിന്റെ കാരണങ്ങൾ കൊണ്ടും ഇതുപോലെ വെള്ളം കുറഞ്ഞു വരാം. അല്ല, അമ്മയുടെ കാരണം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയേണ്ടത് ഡീഹൈഡ്രേഷൻ. അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ അഥവാ പ്രോപ്പറായിട്ട് വെള്ളം കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ, സിവിയർ ആയിട്ടൊരു ഡീഹൈഡ്രേഷൻ വന്നാൽ, അതായത് പെട്ടെന്ന് ഭയങ്കരമായ ഛർദി അല്ലെങ്കിൽ വയറിളക്കം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ വെള്ളം കൂടി കുറവാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്കിന് ഫാസ്റ്റിംഗ്, ഒരുപാട് അമ്മമാർ സ്റ്റാർവേഷൻ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, അതായത് നോമ്പ് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളിലുള്ള വെള്ളം കുറയോ എന്ന് പലരും ചോദിക്കും. കുറയും എന്നുള്ളത് സത്യമാണ്. കാരണം അമ്മ വെള്ളം കുടിച്ചാലേ അത് കുഞ്ഞിലോട്ട് പോവുകയും കുഞ്ഞ് ആ വെള്ളം കുടിച്ചിട്ട് മൂത്രമായിട്ട് പുറത്തോട്ട് വരികയും ചെയ്യും. കുഞ്ഞിന് മൂത്രം ഒഴിക്കാൻ ആവശ്യത്തിന് വെള്ളം അമ്മ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മൂത്രം വരില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ നേരത്തെ വെള്ളം പൊട്ടിപ്പോവുക, അതൊരു റീസൺ ആണ്. അതൊരു 32-34 ആഴ്ചയാകുമ്പോൾ ചിലർക്ക് നേരത്തെ വെള്ളം പൊട്ടിപ്പോയിക്കാൻ ചിലർ അറിയില്ല. വെള്ളം കുറവാണ് എന്നുള്ളത് കാണുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് മുന്നേ വെള്ളം പൊട്ടിപ്പോയിരുന്നു എന്നുള്ളത്. പിന്നെ ഡേറ്റ് കഴിഞ്ഞ പ്രഗ്നൻസികൾ, ഞാൻ പറഞ്ഞു നമുക്ക് ഫ്ലൂയിഡ് ഏറ്റവും കൂടുതൽ കാണുന്ന സമയം എന്ന് പറയുന്നത് 34 ആഴ്ചയ്ക്കും 36 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ്. നമുക്ക് നോർമൽ ആയിട്ട് വെള്ളം ഉണ്ടായി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒരു 8 ആഴ്ചയൊക്കെ ആകുമ്പോഴാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും, ഭയങ്കര സ്പീഡിൽ ഇൻക്രീസ് ചെയ്യും, ഒരു 28 ആഴ്ച വരെ, അതായത് ഒരു 7 മാസം വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടും, പക്ഷെ അത്രത്തോളം കൂടില്ല എന്നുള്ളതാണ്. അത് അതിന്റെ മാക്സിമം അളവിൽ എത്തുന്നത് ഒരു 34 ആഴ്ചയ്ക്ക് 36 ആഴ്ചയ്ക്ക് ഇടയ്ക്കാണ്. 34 ആഴ്ചയാകുമ്പോൾ ഏകദേശം 1 ലിറ്റർ ഫ്ലൂയിഡ് കുഞ്ഞിന് ചുറ്റും ഉണ്ടാവും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലൂയിഡ് കുറഞ്ഞു തുടങ്ങും. ഏകദേശം 100 ml പെർ ആഴ്ച, ഓരോ ആഴ്ചയും വെച്ച് 100 ml വെച്ച് കുറഞ്ഞു തുടങ്ങും. അപ്പോ ഏകദേശം ഡേറ്റ് എത്തുമ്പോൾ, അതായത് 40 ആഴ്ച എത്തുമ്പോൾ അമ്മയ്ക്ക് ഉള്ളില് 500 ml ഫ്ലൂയിഡേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാലോ വീണ്ടും വെള്ളം കുറയും. അപ്പൊ പോസ്റ്റ് മെച്യൂരിറ്റി, അതായത് ഡേറ്റ് കഴിഞ്ഞുണ്ടാകുന്ന പ്രഗ്നൻസി എന്ന് പറയുന്നത് അമ്മയ്ക്കുള്ളിൽ വെള്ളം കുറയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാരണമാണ്. ഇനി മറവിള്ളയുടെ കാരണങ്ങളായിക്കോട്ടെ, അതില് മെയിൻ ആയിട്ട് പറയേണ്ടത് BP ആണ്. അമ്മയ്ക്കുണ്ടാകുന്ന BP ഉണ്ടാവുമ്പോൾ ഉള്ളില് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് BP ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് മറുവിലേക്ക് പോകുന്ന രക്തത്തിന്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ മറുവിൽ നിന്ന് കുഞ്ഞിലേക്ക് പോകുന്ന രക്തത്തിന്റെ അളവ് കുറവായിരിക്കും. അത് കാരണം എന്ത് സംഭവിക്കും? കുഞ്ഞിന് കിട്ടുന്ന ന്യൂട്രിയൻസ് കുറവായിരിക്കും, കുഞ്ഞിന് കിട്ടുന്ന ഫ്ലൂയിഡ് കുറവായിരിക്കും, കുഞ്ഞ് മൂത്രം ഒഴിക്കുന്ന കുറവായിരിക്കും. സോ ഒബ്വിയസ്ലി അത് കാരണം വെള്ളം കുറയാം. പിന്നെ രണ്ടാമത് പറയുന്നത് പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് അമ്മയ്ക്ക് പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ തന്നെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ഞരമ്പിനെ ബാധിക്കുന്ന രോഗങ്ങളാകാം. അതായത് ഓൾറെഡി ഞരമ്പിനെ, രക്തക്കൊഴലുകളെ ബാധിച്ച് രക്തക്കൊഴലുകൾക്ക് ഓൾറെഡി ചുരുക്കം ഉണ്ടാവാം. അപ്പം സാധാരണ ഷുഗർ വരുമ്പോൾ വെള്ളം, അമ്മയ്ക്ക് പ്രഗ്നൻസിയിലാണ് ഷുഗർ വരുന്നതെങ്കിൽ വെള്ളം കൂടുകയാണ് ചെയ്യുക. കാരണം അമ്മയുടെ ശരീരത്തിൽ ഷുഗർ കൂടിയിരിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ ഷുഗർ കൂടും, അത് കാരണം കുഞ്ഞു കൂടുതലായിട്ട് മൂത്രം ഒഴിക്കും. പക്ഷെ ഇത് അമ്മയ്ക്ക് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ഷുഗർ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാരണം ഞരമ്പുകളൊക്കെ ചുരുക്കം വന്നിട്ടുണ്ടാവാം. അതുവഴി കുഞ്ഞിലേക്കുള്ള രക്തോട്ടം കുറയാം, മറുവഴിയുള്ള രക്തോട്ടം കുറയാം, അതുവഴി കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയാം. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറയുന്ന അബ്രപ്ഷൻ, അതായത് ഒരു പോർഷൻ ഓഫ് ദ പ്ലാസന്റയുടെ ഒരു പോർഷൻ സെപ്പറേറ്റ് ആയി വർക്ക് ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞിലേക്ക് കിട്ടുന്ന രക്തോട്ടത്തിന്റെ അളവ് കുറവായിരിക്കും. അത് കാരണം കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് കുറവായിരിക്കും. പിന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കുഞ്ഞിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിൽ കുഞ്ഞിനുണ്ടാകുന്ന എന്തൊക്കെ? കുഞ്ഞിന്റെ ഗ്രോത്ത് കുറവാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറവായിരിക്കാം. 2, കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, അതായത് ക്രോമസോമൽ അനോമലീസ്, ജനിതകപരമായ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ, ഡൗൺസ് ബേബീസ്, ട്രൈസോമി 21, ട്രൈസോമി 18, അങ്ങനെയൊക്കെ ജനിതകപരമായ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞിന് ചുറ്റും വെള്ളം കുറവായിരിക്കാം. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും വേറെ ജനറ്റിക് അബ്നോർമാലിറ്റീസ്, അതായത് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ, കിഡ്നി ഉണ്ടായിട്ടില്ല, റീനൽ എജനസിസ് എന്ന് പറയും, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, പോളിസിസ്റ്റിക് കിഡ്നി ആണെങ്കിൽ അങ്ങനെ വെള്ളം കുറയാം. പിന്നെ മൂത്രം കിഡ്നിയിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് പുറത്തോട്ട് പോകാനുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണെങ്കിൽ,
യൂറിൻ ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കാരണം വെള്ളം കുറയാം. അത് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, അതായത് കുഞ്ഞിനുണ്ടാകുന്ന അങ്ങനത്തെ പല പ്രശ്നങ്ങളും കാരണം ഉള്ളിൽ വെള്ളം കുറയാവുന്നതാണ്. പിന്നെ അമ്മ എടുക്കുന്ന ചില മെഡിസിൻസ് അത് കാരണം ഉള്ളിൽ വെള്ളം കുറയാം. ഇപ്പൊ നമ്മൾ പെയിൻ കില്ലേഴ്സ് ഒരിക്കലും പ്രഗ്നൻസിയിൽ കൊടുക്കാറില്ല. NSAIDs എന്ന് പറയും, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ഉള്ളില് അത് കിഡ്നിയെ ബാധിക്കുകയും അത് കാരണം കുഞ്ഞിന്റെ യൂറിൻ പ്രൊഡക്ഷൻ കുറയുകയും അത് കാരണം അമ്മയ്ക്ക് ചുറ്റും ഉണ്ടാകുന്ന വെള്ളം കുറയുകയും ചെയ്യും. അത് പെയിൻ കില്ലേഴ്സ് ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കുന്നത് മാത്രമല്ല, നമ്മൾ ഈവൻ ഓയിൻമെന്റ് ആയിട്ട് കൊടുക്കുന്നത് പോലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ളം കുറയും എന്ന് പഠനങ്ങൾ വഴി തെളിയിച്ചിട്ടുള്ളതാണ്. അത് പോരാതെ അമ്മ മുന്നേ തന്നെ BP മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ, പ്രഗ്നൻസിക്ക് മുന്നേ BP മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുണ്ടാകാം, അവർക്ക് അങ്ങനെ കൊടുക്കുന്ന ചില മെഡിസിൻസ്, അതായത് AC ഇൻഹിബിറ്റേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, അതുപോലെ ചില ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറയുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റേഴ്സ്, അങ്ങനത്തെ കുറച്ച് മെഡിസിൻസ് എടുത്താലും അമ്മ എടുത്താലും ഈ ഉള്ളിലുള്ള വെള്ളം കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വെള്ളം കുറയുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ കാരണം എന്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം എന്നുള്ളതാണ്. അത് അമ്മയ്ക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കുഞ്ഞിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം? ഇപ്പൊ വെള്ളം നേരത്തെ പൊട്ടിപ്പോയി, നമ്മൾ കുറച്ച് നാളുകൂടെ നമുക്ക് പ്രഗ്നൻസി നീട്ടിക്കൊണ്ട് പോകണം. വെള്ളം പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നീട്ടി കിട്ടിയാൽ കുഞ്ഞിന് കുറച്ചുകൂടെ മെച്യൂരിറ്റി കിട്ടും എന്ന് ഉദ്ദേശിച്ച് നീട്ടിക്കൊണ്ടേ അമ്മയ്ക്ക് ഉള്ളിൽ യൂട്രസിനുള്ളിൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. കൊറിയോ ആംനോണൈറ്റിസ് എന്നാണ് അതിനെ പറയുക. ഇല്ല, അമ്മയ്ക്ക് നേരത്തെ തന്നെ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ തന്നെ പ്രഗ്നൻസി ഇൻഡക്ഷൻ ഓഫ് ലേബർ, അതായത് നേരത്തെ തന്നെ ഡെലിവറി ചെയ്യിപ്പിക്കാൻ വേണ്ടി ടാബ്ലറ്റ് കൊടുക്കേണ്ടി വരാം. അല്ല, വെള്ളം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് സിസേറിയൻ വരെ പറയേണ്ടി വന്നു എന്ന് വരാം. പിന്നെ കുഞ്ഞിന്റെ പ്രശ്നങ്ങളാണ്. അത് മെയിൻ ആയിട്ട് പറയുന്നത്, ഒന്ന് ഗ്രോത്ത് കുറവുള്ള കുഞ്ഞുങ്ങളായിരിക്കാം, രണ്ടെന്ന് പറയുന്നത് പോസ്റ്റ് മെച്യൂരിറ്റി, ഡേറ്റ് കഴിഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അംബിലിക്കൽ കോഡ് കംപ്രഷൻ, പൊക്കിൾക്കൊടി ചുറ്റും വെള്ളം ആവശ്യത്തിനില്ലെങ്കിൽ കുഞ്ഞിന്റെ പല പാർട്സ് കാരണം ചുറ്റും കിടക്കുന്ന പൊക്കിൾക്കൊടി കംപ്രസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ ഡെലിവറി പെയിൻ വരുന്ന സമയത്ത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അബ്നോർമൽ ആവാം, അത് കാരണം സിസേറിയൻ ചെയ്യേണ്ടി വരാം. അപ്പൊ അത് കുഞ്ഞിന് പ്രശ്നം വരാം. പിന്നെ ഈ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി ചുരുങ്ങിയിട്ട് മഷിയിടുന്നത് കാരണം, കുഞ്ഞ് നേരത്തെ മഷിയിടുന്നത് കാരണം അത് ആസ്പിറേറ്റ് ചെയ്തിട്ട് മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം കുഞ്ഞിന് വരാം. അതായത് മഷി ഉള്ളിലേക്ക് ചെന്നിട്ട് ലങ്സിൽ സ്പ്രെഡ് ചെയ്ത് അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ വരുന്നത് കുഞ്ഞിന് ക്രോമസോമൽ അനോമലീസ്. ഞാൻ പറഞ്ഞു, ജനിതകപരമായ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വേറെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനറ്റിക് അബ്നോമാലിറ്റീസ്, അതായത് കിഡ്നി ഇല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വേറെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതൊന്നുമല്ലാതെ ഇപ്പൊ നമ്മൾ ഭയങ്കര വെള്ളം കുറവാണ്, വൺസ് വെള്ളം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്ന ബേബീനെ നമ്മൾ കുറച്ച് നാളുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ വെള്ളം ചുറ്റും വളരാൻ സ്പേസ് ഇല്ലാത്തത് കാരണം ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ആ കുഞ്ഞിനുണ്ടാകും. ഞാൻ പറഞ്ഞു, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നതാണ് കുഞ്ഞിന്റെ സ്കെലിട്ടൺ വളരാനും കുഞ്ഞിന്റെ ലങ്സ് വളരാനും ഒക്കെ സഹായിക്കുന്ന സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് കുറയുമ്പോൾ കുഞ്ഞിന്റെ സ്കെലിട്ടൺ ഡിഫോമിറ്റീസ് വരാം, കാലുകൾ മടങ്ങിയിരിക്കാം, കാലുകൾക്ക് ചുരുക്കം വരാം, കൺട്രാക്ചേഴ്സ് വരാം, കാലുകൾ പെർമനന്റ് ആയിട്ട് മടങ്ങി നമ്മൾ ഈ പൊള്ളലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ വലിവുകൾ വരില്ലേ, അതുപോലെ കൈകാലുകൾ ഇരിക്കാം. കാലിനും കൈക്കും ചുറ്റും ആംനിയോട്ടിക് ബാൻഡ്സ് വരാം. അത് കാരണം ആംനിയോട്ടിക് ബാൻഡ്സ് വന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാലൊക്കെ മുറിഞ്ഞു പോയ ഒരു അവസ്ഥ, കൈയൊക്കെ മുറിഞ്ഞു പോയ അവസ്ഥകൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഹാർട്ട് ഫുള്ളി ഡെവലപ്പ് ആയിരിക്കും, അല്ല ലങ്സ് ഫുള്ളി ഡെവലപ്പ് ആയിരിക്കില്ല അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക്. അത് കാരണം പൾമണറി ഹൈപ്പോപ്ലേസിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വളരാനായിട്ട് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം കുഞ്ഞിനുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. ഇനി എന്താണ് ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക? പല ടൈപ്പ് മെഡിസിൻസ് നമ്മൾ പൊടിയൊക്കെ കലക്കി കുടിക്കാൻ വേണ്ടി കൊടുത്തു നോക്കാറുണ്ട്. ഒന്ന്, അമ്മയുടെ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറയും, അതായത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ പറയും. രണ്ട്, നമ്മൾ നൈട്രിക് ഓക്സൈഡ് ഡോണേഴ്സ് എന്ന് പറയുന്ന ചില എല്ലാർജിനിൻ പോലെയുള്ള മരുന്നുകൾ കൊടുക്കും, പൊടിയൊക്കെ കലക്കി കുടിക്കാൻ കൊടുക്കും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അമ്മയ്ക്ക് കുഞ്ഞിന് ഗ്രോത്ത് കുറവാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറയും. അങ്ങനെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫ്ലൂയിഡ് കൂടുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഹൈഡ്രേഷൻ അമ്മയുടെ ഹൈഡ്രേഷൻ കൂട്ടിയാൽ തന്നെയും ചിലപ്പോൾ ഫ്ലൂയിഡ് കൂടാറുണ്ട്. പക്ഷെ ബാക്കി എന്തെങ്കിലും കാരണങ്ങൾ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നോർമൽ ആക്കി എടുക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ ഇതെല്ലാം തികച്ചും നമുക്കിപ്പോ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ അല്ല. കാരണം അത് കുഞ്ഞിന്റെ യൂറിൻ ആണ് എന്നുള്ളതാണ്. കാരണം കുഞ്ഞ് യൂറിൻ ഉണ്ടാക്കിയാലേ അതിൽ മെയിൻ ആയിട്ട് ഫ്ലൂയിഡ് വരികയുള്ളൂ. അപ്പൊ അത് കൂട്ടാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തരാം എന്നുള്ളതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിലോട്ടുള്ള രക്തോട്ടം കുറവാണ് എന്നുണ്ടെങ്കിൽ, കുറെ നാളായിട്ട് വെള്ളം കുറവായിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ അതിൽ വളർന്നാലും കുഞ്ഞിന് ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നേരത്തെ ഡെലിവറി പറഞ്ഞു എന്ന് വരാം.
അപ്പോൾ എന്താണ് വെള്ളം കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.